ഹലോ വെൽക്കം ടു വിജീസ് വേൾഡ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പക്കച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല നാടൻ കൈപ്പക്കച്ചാറാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. കാരണം കൈപ്പക്കയുടെ കയ്പ്പൊക്കെ മാറി വളരെ ടേസ്റ്റി ആയിട്ട് ഈ അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതും കൂട്ടി ചോറുണ്ണാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു 3 കിലോ കൈപ്പക്ക വെയിലത്ത് ഉപ്പും മഞ്ഞളും ചേർത്ത് ഉണക്കിയതാണ്. പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന് കൂടുതൽ നിങ്ങൾക്ക് എടുക്കാം. അത്രയും നല്ല രുചിയായിരിക്കും അച്ചാറിൽ ഈ വെളുത്തുള്ളി കൂടുതൽ ആഡ് ചെയ്താൽ. ഞാൻ പിന്നെ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലൊരു 10 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടില്ലേ. ഇപ്പോൾ ഇത്രയും വെളുത്തുള്ളി ഞാൻ ഈ ഒരു 3 കിലോ കൈപ്പയ്ക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി അതിൻ്റെ പച്ച മണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾക്കത് കോരിയൊരു മറ്റൊരു പാത്രത്തിലേക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഇനി ഇതേ സെയിം വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് പകുതി വെയിലത്ത് ഉണക്കി വെച്ചിരിക്കുന്ന കൈപ്പയ്ക്ക ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റാം. കൈപ്പയ്ക്ക ഈ വെയിലത്ത് ഉപ്പും അതുപോലെ മഞ്ഞളും ചേർത്ത് ഉണക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അത്ര എളുപ്പത്തിൽ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ കൈപ്പയ്ക്കയുടെ ആ ഒരു പച്ചപ്പ് പോകുന്ന വരെ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റേണ്ടി വരും. അപ്പോൾ അതൊരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അങ്ങനെ ടൈം ഉള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ എളുപ്പം ഇതാണ്. കാരണം ഉപ്പും മഞ്ഞളും തേച്ച് വെയിലത്ത് ഉണക്കുമ്പോൾ തന്നെ ഇതിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഇതിന് വരും കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അത് നമ്മൾ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ 3 കിലോ ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ പകുതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും തന്നെ എടുക്കാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചോപ്പഡ് ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് ഇങ്ങനെ വകച്ച് മാറ്റി വെച്ചിട്ട് ഇതേ വെളിച്ചെണ്ണയിലേക്ക് ഇനി നമുക്ക് ഉലുവ 1 ടേബിൾ സ്പൂൺ ഉലുവ നമുക്ക് ഇതിലേക്ക് ചേർക്കണം. നല്ല രുചിയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഉലുവ ഇടുക. അതിനുശേഷം ഇത് പൊട്ടിയതിന് ശേഷം കടുക് 1 വലിയ ടേബിൾ സ്പൂണോളം കടുകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം അച്ചാറിന് ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വിനെഗർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കായപ്പൊടി 1 വലിയ ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നമ്മൾ കൈപ്പക്കയിൽ ഉണക്കിയ സമയത്ത് അതിൽ ചേർത്തിട്ടാണ് ഉപ്പ് ചെയ്തത്. ഇനി നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു മുളക് പൊടി, നല്ല എരിവുള്ളൊരു മുളക് പൊടിയാണ് എൻ്റേത്. അപ്പോൾ നിങ്ങളുടെ മുളകിനനുസരിച്ചുള്ള രീതിയിൽ ചേർക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ തിക്കർ കൺസിസ്റ്റൻസി കിട്ടാനും ഒരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ ഒന്ന് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു വലിയ ടീസ്പൂൺ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്താൽ. അതിനുശേഷം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ തിക്കർ കൺസിസ്റ്റൻസിയിൽ ആ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് അത് ചെയ്യേണ്ടത്. അവസാനം നമ്മളുടെ കൈപ്പയ്ക്ക വഴറ്റി വെച്ചിരിക്കുന്ന കൈപ്പയ്ക്കയും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. ആ ഗ്രേവി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പോ അതുപോലെ തന്നെ എല്ലാം കറക്റ്റ് അല്ലേ നോക്കണം. അതിന് ശേഷമാണ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് പോരാ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ചാറ് വേണമെന്നുണ്ടെങ്കിൽ വിനെഗർ ആഡ് ചെയ്യാം. ഇനി എരിവ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മുളക് പൊടി ഇട്ടതിന് ശേഷം ആ പച്ചപ്പ് മാറിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. എരിവ് കുറവുള്ളവർ അങ്ങനെ ചെയ്യാം. പരമാവധി എരിവ് കൂടാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ നാടൻ കൈപ്പയ്ക്കച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നിങ്ങൾ ഉണ്ടാക്കി തീർച്ചയായിട്ടും നോക്കണം. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ഒരുപാട് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കൈപ്പയ്ക്കച്ചാറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി ആഡ് ചെയ്യാന്നുള്ളത് കേട്ടോ.
അപ്പോൾ എൻ്റെ ഈ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലോ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.